ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്ന് സമയം 6:30 ആയിട്ടുള്ളൂ. സ്വാഗതം. അപ്പോൾ എഴുന്നേറ്റ് ഇന്നൊരു പാടെ മോർണിംഗ് വ്ലോഗ് പല്ലൊക്കെ എടുക്കാം. തേച്ചു. സ്കൂളില്ല, കർക്കിടക വാവാണെന്ന്. അപ്പോൾ സ്കൂളൊക്കെ അവധിയാണ്. ഏട്ടൻ വെളിയിടാൻ പോയി. നമുക്കിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിൻ്റെ ഇഡ്ഡലിയുടെ മാവ് പൊന്തിയൊന്ന് നോക്കട്ടെ ഗായ്സ്. യെസ് ഗായ്സ്, പൊന്തി ഗായ്സ്, പൊന്തിപ്പുറത്ത് പോകുന്നു ഗായ്സ്. ചില സമയത്ത് പൊന്തി പോരാറില്ല, അപ്പോൾ ഇത്രയും നല്ല ആവാറില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കാം. കാരണം ഇഷ്ടപ്പെട്ട് അരച്ചൊക്കെ വെച്ചിട്ട് പൊന്തിപ്പോരാണ്ടാകുമ്പോഴേ നമുക്ക് സങ്കടമാവില്ലേ. സന്തോഷം ഇഡ്ഡലി ഉണ്ടാക്കാം. സാമ്പാർ ഇതിൽ വെച്ച് സാമ്പാർ ഞാൻ ഈ ചെറിയ പാത്രത്തിലാണ് മാവ് ഒഴിച്ചത്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പൊന്തിപ്പോകുന്നത്. എന്നാലും ഒരു ചെറിയൊരു കിണ്ണത്തിലാണ് ഞാൻ വെച്ചിരുന്നത്. അതിൻ്റെ പേരിൽ പുറത്തേക്കൊന്നും പോയില്ല. ഫസ്റ്റ് തന്നെ ചായ വെക്കുകയാണ് കേട്ടോ. കട്ടൻ ചായ തിളപ്പിച്ച് ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം നമുക്ക് ഓരോ പണിയിലെടുത്ത് തുടങ്ങാം. അപ്പോൾ ആ ചായക്ക് വേണ്ട ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ചതച്ച് ചായയിലോട്ട് ഇടുകയാണ്. ഏലക്കായും കൂടിയും ഇടുകയാണെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ അതിന് പാൽ ചായ ആണെങ്കിലാണ് കുറച്ച് ടേസ്റ്റ് വരും. കട്ടൻ ചായയിൽ എനിക്ക് തോന്നുന്നില്ല ഏലക്കായ വലിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ ദാ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വെളിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ ഏട്ടന് ഉള്ള ചായ ഞാൻ എടുത്ത് കൊടുക്കുകയാണ്. ഇന്ന് നല്ല വെയിലുണ്ട്. നേരത്തെ തന്നെ, അതായത് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല റൂമിലോട്ടൊക്കെ നല്ല വെളിച്ചം വരുന്നുണ്ടായി. ആ എഴുന്നേറ്റ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതായിട്ടിന് കൊടുത്തിട്ട് പിന്നെ ഞാനും കുറച്ചുകൂടി, ഞാൻ അധികം കുടിക്കില്ല കേട്ടോ, ജസ്റ്റ് പേരിന് കുറച്ച് കുടിക്കും. കുറേ കുടിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ ശർക്കരപ്പൊടി ജാഗ്രിപ്പൊടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിടുമ്പോൾ ശർക്കര ചായ പിന്നെ കുറച്ച് ഇഷ്ടമാണ്. പഞ്ചസാരനേലും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ശർക്കരയാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇഡ്ഡലി വെക്കാം, റെഡിയാക്കാം നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് തുടച്ച് അതിൽ എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ചിങ്ങനെ എണ്ണ തടവി കൊടുക്കാം കേട്ടോ. പിന്നെ ആ മാവ് ഇങ്ങനെ ഒഴിക്കാം. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി സാമ്പാർ വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും സാമ്പാർ വയ്ക്കുമ്പോൾ ഞാൻ പൊതുവേ ഇഡ്ഡലിക്ക് ഇടും. അപ്പോൾ പിന്നെ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇഡ്ഡലിക്ക് ഇതാ വെച്ചിട്ടുണ്ട്, സെറ്റ് ആട്ടെ. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അധികമൊന്നുമില്ല കേട്ടോ, കുറച്ച്. ഇതിങ്ങനെ ഇഡ്ഡലി അവിടെ വേവുന്ന നേരം കൊണ്ട് നമുക്ക് ആ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാം. അപ്പോൾ ഏട്ടൻ്റെ ആ കോള് വന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ, ഫോണും പിടിച്ചിട്ട്. അപ്പോൾ അതേ സാമ്പാർ ഞാനെടുത്ത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഇതാ പെട്ടെന്ന് കിട്ടും കേട്ടോ. നമ്മൾ എണ്ണ തടവി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പം ഞങ്ങൾ 2 പേരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മതി, അതായത് 2 പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഞാൻ മുട്ട ഒന്ന് വറക്കാമെന്ന് വെച്ചിട്ടാണ്, ഇഡ്ഡലിക്കല്ല കേട്ടോ. ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ സാമ്പാർ ഓൾറെഡി ഉണ്ടല്ലോ, പിന്നെ ഒരു മുട്ട വറുത്ത് കൊടുത്താൽ ആൾ കൊണ്ടുപോയി കഴിച്ചോളൂ, പുറത്തുനിന്ന് കഴിച്ചോളൂ, എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും. എപ്പോഴും ഈ ഹോട്ടലിൽ ഭക്ഷണം നല്ലതല്ലല്ലോ. അപ്പോൾ ആ മുട്ടയ്ക്ക് റെഡിയാക്കിയിട്ട് ഞാനത് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് നല്ല ഉറക്കം വന്നൊക്കെ ഇരിക്കുകയുള്ളൂ, ഉറക്കം കൂടെ വിട്ടിട്ടുണ്ടാവില്ല. ആ സമയത്തൊക്കെ വന്ന് തന്നെ കൈയൊക്കെ നനച്ചിട്ട് എൻ്റെ മേത്തൊക്കെ ഇങ്ങനെ തൊടും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ ചായയൊക്കെ കൊടുത്തിട്ടാണ്, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വെള്ളമൊക്കെ നിറച്ച് വയ്ക്കുകയാണ്. ഏട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കൂട്ടി ഞാൻ ചായ കുടിക്കാനിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലിയും സാമ്പാർ, ദോശയും സാമ്പാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് ഇന്ന് കാട്ടൂരാണ് വർക്കിന് പോകേണ്ടത്. അപ്പോൾ ഏട്ടന് ചോറ് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു ചോറ് കൊടുത്തയച്ചാൽ പുറത്തെവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോളാന്ന് പറയും. അല്ലെങ്കിൽ ആൾ കടയിൽ നിന്ന് മഴയൊക്കെ ആകുമ്പോൾ പുറത്തിരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വല്ല ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ സാമ്പാറും പിന്നെ മുട്ട വറുത്തതും മതി എന്ന് പറഞ്ഞു, വേറെ ഒന്നും വേണ്ട. അച്ചാറൊന്നും ആളങ്ങനെ കൂട്ടൂല, അതിൻ്റെ പേരിൽ അച്ചാറങ്ങനെ ഇട്ട് വയ്ക്കില്ല. എനിക്കിഷ്ടമാണ്, പക്ഷേ ഏട്ടനങ്ങനെ കൂട്ടൊന്നുമില്ല. അപ്പോൾ ചോറൊക്കെ കെട്ടി കൊടുത്തേക്കണം, അല്ലെങ്കിൽ സാമ്പാറില്ലേ ചിലപ്പോൾ ലീക്കായി പോയാലോ. അപ്പോൾ
സാമ്പാറും ചോറൊക്കെ റെഡിയാക്കി. ഇനി വെള്ളം എടുക്കണം. വെള്ളം എന്താ ഇതിലാണ് കൊണ്ടുപോകട്ടെ. ഇതിലാകുമ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളം കൊള്ളും. നല്ല സ്റ്റീലിൻ്റെ തന്നെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ ആൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് മോർണിംഗ് വ്ളോഗാണ് എടുത്തത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും